റിസാമോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സൂസൈഡ് ചെയ്തത്. കണ്ണൂരിലാണ് വീട്. പക്ഷേ കാരണം കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ MDM കേസുകളും അങ്ങനെ അതിനെ പീഡിപ്പിച്ചു. പിന്നെ ഒരുപാട് ഭീഷണിയും വെറുപ്പിക്കലൊക്കെ ഉണ്ടായത് കൊണ്ട് ഈ പെണ്ണിനൊക്കെ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കുന്നത് മെയിൻ ഒരാളാണ് ഇബിലീസ്. ഇബിലീസ് എങ്ങനെങ്കിലും ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ഉഡായിപ്പ് നമ്മളോട് കാണിക്കും. എനിക്ക് എൻ്റെ പെങ്ങന്മാരോട് ഞാൻ സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടെ. നമ്മൾ സൂസൈഡ് ചെയ്താൽ നമ്മുടെ ജീവിതം അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾക്ക് വേണ്ടി കരയുന്ന വീട്ടിൽ ഉമ്മയും വാപ്പയും ഉണ്ട്. അവർ മരണം വരെ നമ്മളെപ്പറ്റി ഇങ്ങനെ സങ്കടമാണ്, നമ്മളെപ്പറ്റി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഒരു ഉമ്മാക്ക് മകൻ മരിച്ചാൽ അതിൻ്റെ വേദന ആ ഉമ്മാക്കേ മനസ്സിലാക്കാൻ പറ്റും, ഒരു വാപ്പാക്ക് മനസ്സിലാക്കാനേ പറ്റുള്ളത്. കാരണം എനിക്ക് ആ വീഡിയോ കാണാൻ പറ്റി. അവരുടെ ഉമ്മ ഇങ്ങനെ കരയാണ്, വാവിട്ട് കരയാണ്. എത്രയാണ് കരയുന്നത്, സുബ്ഹാനല്ലാഹ്. അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ ചെരുപ്പുകൾ, അവരുടെ പേരുകൾ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഉമ്മാക്കും വാപ്പാക്കും ഇങ്ങനെ കണ്ണും തണ്ണി വരും. സത്യത്തിലാണ് നമ്മളെ ജീവിതം കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അനുഭവിക്കുന്നത് മാതാപിതാക്കളാണ്. അതുകൊണ്ട് പറയാണ്, സ്നേഹത്തോട് പറയാണ്, ഇപ്പം എല്ലാത്തിനും പരിഹാരമുണ്ട്. ആ പെണ്ണിന് സംഭവിച്ചതുപോലെ ഇനി ആർക്കും സംഭവിക്കണ്ട എന്ന് ഞാൻ സ്നേഹത്തോട് പറഞ്ഞതാണ്, വേറെ ഒരു കാര്യത്തിന് ഞാൻ പറഞ്ഞതല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇപ്പം എല്ലാത്തിനും പരിഹാരമുണ്ട്. ആ പൊന്നുമോള് അവരുടെ കൂട്ടുകാരിയോട് വായിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇവിടെ വിറപ്പിക്കുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ടൊക്കെ. അത് നേരെ വീട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ വീട്ടുകാർ ഒരു പരിഹാരം ഉണ്ടാക്കട്ടെ. ഇൻഷാ അല്ലാഹ് അത് തെറ്റ് സംഭവിച്ചു പോയി. എന്തായാലും എല്ലാവരോടും ഞാൻ സ്നേഹത്തോട് പറഞ്ഞാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുക. നമ്മൾ പോയാൽ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടെന്ന് ഒരു ചിന്ത നമ്മൾ എപ്പോഴും മനസ്സിൽ വേണം. ആരും അങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അങ്ങനെ ചെയ്തവൻക്കുണ്ടല്ലോ, അവനക്ക് സ്വർഗം ഹറാമാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് മാക്സിമം മറ്റുള്ളവർക്കും അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.